സാംസങ്ങിന്റെ പവർ നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ല ഇന്നോവേറ്റീവ് ആയ പ്രൊഡക്റ്റുകൾ കൊണ്ടുവരും, അത് നല്ല രീതിക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയും കസ്റ്റമേഴ്സ് തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. സാംസങ് കൊണ്ടുവന്ന ഗാലക്സി Z Flip 6 എന്ന് പറയുന്ന ഈ ഫോൺ ഈ 6 എന്ന വെർഷനിൽ എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ വേർഷനെ അപേക്ഷിച്ച് പുതിയ കുറച്ച് മാറ്റങ്ങളുമായിട്ട് വന്നൊരു ഫോണാണ്. നല്ല അപ്ഗ്രേഡുമായിട്ട് വന്നൊരു ഫോണാണ്. പ്രൊസസർ, ഡിസ്പ്ലേ, ക്യാമറ, ബാറ്ററി എല്ലാ മേഖലയിലും 2 മാസം ഉപയോഗിച്ച ഒരാളുടെ അനുഭവം അറിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുമെന്ന് കരുതാം. എന്തായാലും ഈ ഫോൺ കഴിഞ്ഞ 2 മാസം ഉപയോഗിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ മെയിൻ ഫീച്ചർ, ഇത് മടക്കാം, ചെറുതാണ്, ഒതുങ്ങിയിരിക്കും. 187 ഗ്രാം മാത്രമേ ഇതിന് വെയിറ്റ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് നടക്കാനും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ലാതെ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാനും കഴിയുന്ന ഒരു സൗകര്യമാണ് ഫ്ലിപ്പ്. അപ്പൊ നല്ല പോർട്ടബിൾ ഡിവൈസ് ആണ്, ഒപ്പം തന്നെ നല്ല സ്ട്രോങ് ആയ ഡിവൈസുമാണ്. ആഡഡ് ഗ്ലാസ് ഒക്കെ, ഒരു പ്രത്യേക ഷോക്ക് റെസിസ്റ്റൻസ് സംവിധാനം ഒക്കെ ഇതിന് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ സ്ട്രോങ്ങർ ആയ ഹിഞ്ചാണ്. സോ മൊത്തത്തിൽ ബിൽറ്റിൽ യാതൊരു ഇഷ്യൂ ഇല്ല, കൊണ്ടു നടക്കാനൊക്കെ വളരെ കംഫർട്ടബിൾ ആയ നല്ല മനോഹരമായ ഡിസൈനിലാണ് ഈ ഒരു ഫോൺ അവർ ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതിന് ഞാൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിച്ച കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ക്യാമറയാണ്. അതും സാധാരണ ഇതിന്റെ ക്യാമറ നല്ല ക്വാളിറ്റിയാണ്. ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളെടുത്ത ഇമേജുകളാണ് ഈ കാണുന്നത്. 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ്. കഴിഞ്ഞ വർഷം ഇത് 12 മെഗാ പിക്സലായിരുന്നു. ഇത് അപ്ഗ്രേഡഡ് ആയ 50 മെഗാ പിക്സലാണ്. 12 മെഗാ പിക്സലിന്റെയാണ് വൈഡ് ആംഗിൾ ക്യാമറ. ഫ്രണ്ടിൽ 10 മെഗാ പിക്സലിന്റെയാണ് സെൽഫി ക്യാമറ. ഫോട്ടോസും വീഡിയോസും ഇതിൽ ഓൾറെഡി നല്ലതായിരിക്കും. അതൊക്കെ അൺബോക്സിംഗ് വീഡിയോ തന്നെ ഞാൻ കാണിച്ചതാണ്. ഈ കഴിഞ്ഞ 2 മാസങ്ങളിൽ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ മെയിൻ ക്യാമറ തന്നെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് സെൽഫി ക്യാമറയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നല്ല നല്ല കിഡിലൻ മെയിൻ ക്യാമറ 50 മെഗാ പിക്സലിന്റെ ഫോട്ടോസ് ഇതുപോലെ കിട്ടും. വീഡിയോസും 4K തന്നെ നമുക്ക് നൈസ് ആയിട്ട് ഇതുപോലെ പിടിച്ചുകൊണ്ട് വീഡിയോസ് എടുക്കാൻ സാധിക്കും. പിന്നെ ഇതിൽ വേറെ ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. അത്യാവശ്യം നമുക്ക് ഇത് എവിടെയെങ്കിലും കൊണ്ട് വെച്ചുകൊണ്ട് ഈ ഒരു മോഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൂരെ മാറി നിന്നുകൊണ്ട് നമുക്ക് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാം. വേറെ ആളുടെ സഹായം ചോദിക്കേണ്ട ആവശ്യമില്ല. അത് തീർച്ചയായിട്ടും നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ഒപ്പം തന്നെ ഓട്ടോ സൂം എന്ന ഫീച്ചർ കൂടി വരുന്നുണ്ട്. സോ നമ്മൾ ഇത്തിരി ദൂരേക്ക് മാറി ഇങ്ങനെ സൈഡിലേക്കൊക്കെ നിന്നാൽ പോലും ഇത് സൂം ചെയ്ത് നമ്മളെ ഫ്രെയിമിലേക്ക് ഫിറ്റ് ആക്കും. സോ ഇങ്ങനെ കുറേ അഡ്വാൻറ്റേജുകൾ ഇതിൻ്റെ ക്യാമറയുടെ ഭാഗത്തുണ്ട്. ഇതാണ് കഴിഞ്ഞ മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ എനിക്ക് താല്പര്യം തോന്നിയ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഫോൺ. ഇനി ഇതിന്റെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. ഞാൻ അൺബോക്സിംഗിൽ പറഞ്ഞ പോലെ തന്നെ നല്ല ഡീസന്റ് ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. വിഷ്വൽ ക്വാളിറ്റി ഒക്കെ അവിടെ കാണാം. ഇപ്പോഴും ഒരു പ്രശ്നവുമില്ല. ദിവസങ്ങളോളം ഞാൻ പുറത്ത് കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്, യാതൊരു ഇഷ്യൂസും തോന്നിയില്ല. 6.7 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ ഡൈനാമിക് AMOLED 2x ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ്. 1000 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. വിഷ്വൽ ക്വാളിറ്റിയിലൊന്നും യാതൊരു ഇഷ്യൂസും ഇല്ല. കവർ ഡിസ്പ്ലേയിലും വേറെ മാറ്റങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെയാണ്. 3.4 ഇഞ്ച് വരുന്ന സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. 60 ഹെർട്സിന്റെ ആണ്. 1600 നിറ്റ്സ് ആണ്. ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ രീതിയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ 1600 നിറ്റ്സ് നല്ല ബ്രൈറ്റ്നസും കാര്യങ്ങളും ഔട്ട്ഡോറിൽ നമുക്ക് തരുന്നുണ്ടായിരുന്നു. ഒരു ഇഷ്യൂസും ഇല്ല. പിന്നെ എല്ലാതരം നോട്ടിഫിക്കേഷനും ഇതിന്റെ കവർ സ്ക്രീനിൽ തന്നെ വരും എന്നുള്ളതും പിന്നെ കുറേ വിഡ്ജറ്റുകളും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒക്കെ നല്ല ഘടകങ്ങളായി. ഒരുവിധം എല്ലാ ബേസിക് ടാസ്കുകളും നമുക്ക് ഇതിന്റെ കവർ സ്ക്രീനിൽ തന്നെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യേണ്ട സാഹചര്യം വളരെ കുറവാണ്. അതായത് കുറേയധികം എൻഹാൻസ്ഡ് ആയ ഫംഗ്ഷനാലിറ്റി ഇതിന്റെ കവർ സ്ക്രീനിൽ തന്നെ വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഗുഡ് ലോക്ക് ആപ്പ് എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം എല്ലാ ആപ്ലിക്കേഷനുകളും ഇതിന്റെ കവർ സ്ക്രീനിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ. സോ അപ്പോൾ അങ്ങനെയാണ് ഡിസ്പ്ലേ. അതൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതിനും വലിയ മാറ്റങ്ങളൊന്നും ഈ കഴിഞ്ഞ മാസങ്ങളിൽ നമുക്ക് തോന്നിയില്ല. എല്ലാം ടോപ്പ് ആയിട്ടുണ്ട്. പിന്നെ ഗാലക്സി AI ഫീച്ചറുകൾ അതെല്ലാം നമുക്ക് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. ഇതിലും കൂടുതലൊന്നും പറയുന്നില്ല. അതായത് ഇതൊക്കെ ഞാൻ ഉപയോഗിച്ച് നോക്കി. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു AI ഫീച്ചർ ആയിട്ട് തോന്നിയത് ഇന്റർപ്രറ്റർ മോഡിന്റെ പുതിയ രീതിയിലുള്ള അവതരണമാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ 2 മുകളിലും താഴെയുമായിട്ട് നിൽക്കും. എന്നാൽ ഇങ്ങനെ ഫ്ലെക്സ് മോഡിൽ വെച്ചാൽ നമുക്ക് മെയിൻ വിൻഡോയിൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കാണാം. ഫ്ലെക്സ് വിൻഡോയിൽ പുറമെയുള്ള കവർ വിൻഡോയിലൂടെ അപ്പുറം നിൽക്കുന്ന ആൾക്കും ക്ലിയർ ആയിട്ട് എന്താണ് സ്ക്രീനിൽ വരുന്നതെന്ന് കാണാൻ സാധിക്കും. ഇവിടെ ഞാനൊരു ഡെമോ കാണിക്കാം. അരേ ഭയ്യ, ആപ് കൈസേ ഹോ? സോ ഈ രീതിയിൽ ഇന്റർപ്രറ്റർ മോഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നല്ല ഘടകമായി. പിന്നെ നോർമലി ഉള്ള AI ഫീച്ചറുകൾ എല്ലാം ഡെയിലി ഉപയോഗിക്കുന്നതാണ്. അതായത് ഈ ചാറ്റ് അസിസ്റ്റ്, റൈറ്റിംഗ് സ്റ്റൈൽ, അല്ലെങ്കിൽ അതുപോലുള്ള സ്പെല്ലിംഗ്, ഗ്രാമർ ചെക്ക്, ഇതൊക്കെ നമ്മൾ നോർമലി ഉപയോഗിക്കുന്നതാണ്. അത് നിങ്ങളും തീർച്ചയായിട്ടും ഉപയോഗിക്കും. പിന്നെ സർക്കിൾ ടു സെർച്ച് പറയേ വേണ്ട, കുറേ അധികം അപ്ഗ്രേഡഡ് ആയി. നമ്മൾ ഈസി ആയിട്ട് ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുത്താൽ താഴെയുള്ള ആ ഒരു സംഭവത്തിന്റെ മുഴുവൻ ഡീറ്റെയിൽസും താഴെ വരും. ഇനി എന്തെങ്കിലും ടെക്സ്റ്റുകൾ കോപ്പി ചെയ്യണമെങ്കിൽ സർക്കിൾ ചെയ്തിട്ട് സെലക്ട് ടെക്സ്റ്റ് കൊടുക്കുക, കോപ്പി ചെയ്യുക. ഇനി ആ ടെക്സ്റ്റിനെ ട്രാൻസ്ലേറ്റ് ആണെങ്കിലും അവിടെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. പിന്നെ ലൈവ് ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന സംഭവം കോൾ ചെയ്യുമ്പോൾ നമുക്ക് അപ്പുറം നിൽക്കുന്ന ആൾ പറയുന്നത് ഇങ്ങോട്ട് നമ്മുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കാര്യം വലിയ കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. Hey brother, how are you? I am good. And how are you? मैं अच्छा हूँ और आप कैसे हैं? അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സംഗതി ഞാൻ കുറച്ചൊക്കെ ഉപയോഗിച്ചു, വല്ലാണ്ട് ഉപയോഗിച്ചില്ല. അതായത് വോയിസ് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്യുന്ന വോയിസിനെ നമ്മളൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അത് നോട്ടാക്കി മാറ്റി തരും. അവിടെ നടന്ന സംഭാഷണത്തിനെ നോട്ടാക്കി മാറ്റി തരും. സോ ഇങ്ങനെയുള്ള എല്ലാ AI ഫീച്ചറുകളും ഞാൻ കഴിഞ്ഞ സമയങ്ങളിൽ ടെസ്റ്റ് ചെയ്ത് നോക്കി. യാതൊരു വിഷയമില്ല. എല്ലാം നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കോളിലും നെറ്റ്വർക്കിലും വേറെ ഇഷ്യൂസ് ഒന്നും കണ്ടില്ല. USB ആണെങ്കിലും 3.2 Gen 1 ആണ് വരുന്നത്. Wi-Fi 6, Bluetooth 5.3, NFC അടക്കം വരുന്നുണ്ട്. അപ്പോൾ സാംസങ് വാലറ്റ് ഉണ്ട്. അതിനകത്ത് ബാങ്ക് കാർഡൊക്കെ ആഡ് ചെയ്ത് വെക്കാം. ടാപ്പ് ആൻഡ് പേ സംവിധാനത്തിലൂടെ നിങ്ങൾക്ക് പേയ്മെന്റുകൾ നടത്താം.
സെക്യൂർ ഫോൾഡർ, അതേപോലെ നോക്സ് വോൾട്ട്, എല്ലാ സാംസങ് ഫീച്ചേഴ്സും ഉണ്ട്. ഞാൻ എല്ലാം വെറുതെ പറഞ്ഞ് പരത്തുന്നില്ല. പിന്നെ ബാറ്ററി 4000 mAh ആണ്, 25 വാട്ടിനാണ് ഫാസ്റ്റ് ചാർജിങ്. കഴിഞ്ഞ വർഷം 3700 mAh ആയിരുന്നു, 300 mAh കൂട്ടി 4000 mAhന്റെ അപ്ഗ്രേഡഡ് ആയ ഒരു ബാറ്ററിയുമായിട്ടാണ് ഫ്ലിപ്പ് 6 വരുന്നത്. സോ ബെറ്റർ ആയ ഒരു ബാറ്ററി ലൈഫും ഇപ്പൊ കിട്ടുന്നു ഫ്ലിപ്പിൽ. ഇനി ഇതിന്റെ പെർഫോമൻസ് ലാസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ യാതൊരു ഇഷ്യൂ ഇല്ല. സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ്, പിന്നെ അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നിങ്ങളുടെ കാണാം സ്മൂത്ത് ആയ പെർഫോമൻസ് ഉണ്ട്. BGMI ഞാൻ കളിച്ച് നോക്കി, നിങ്ങൾക്ക് ഇവിടെ കാണാം നൈസ് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്, യാതൊരു ഇഷ്യൂ ഇല്ല. 12 GB RAM 256 GB സ്റ്റോറേജ് വരുന്നുണ്ട്. സോ അതിലും വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. വേപ്പർ കൂളിംഗ് ചാമ്പറും വരുന്നുണ്ട്. സോ അത്യാവശ്യം ഗെയിം കളിച്ചാലും ഓവർ ഹീറ്റിംഗ് ഒന്നും വരുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല. ഓവറോൾ ഈ കഴിഞ്ഞ 2 മാസം ഉപയോഗിച്ച് നോക്കിയതിൽ ഫ്ലിപ്പ് 6 എൻജോയബിൾ ആയ ഒരു നല്ല യൂസർ എക്സ്പീരിയൻസ് തന്ന ഒരു ഫോണായിട്ടാണ് ഫീൽ ചെയ്തത്. ഒരു നല്ല ഷോ ഓഫും കൂടിയാണ്, എല്ലാവരും ശ്രദ്ധിക്കും കൊണ്ട് നടക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യമുള്ളവർക്കും തീർച്ചയായിട്ടും ഇതിനെ പരിഗണിക്കാം. സോ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാം. വില കുറവൊന്നുമല്ല, 1,09,999 രൂപയുണ്ട്. 24 മാസത്തെ EMI വരെ ഇതിൽ കിട്ടുന്നുണ്ട്. സോ വേണ്ടവരതൊക്കെ ചെക്ക് ചെയ്യാം. പർച്ചേസ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ കുറേ കാലമായിട്ട് അൺബോക്സിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. യൂസർ റിവ്യൂ ചെയ്ത് വരാറുണ്ടായിരുന്നു. ഗ്യാപ്പ് കിട്ടാത്തതുകൊണ്ട് കുറച്ച് നാൾ അൺബോക്സിംഗുകൾ മാത്രമായിട്ടൊന്ന് ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വീണ്ടും കുറേ ഫോണുകളുടെയൊക്കെ യൂസർ റിവ്യൂസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.